ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പഴകിയ ചളി പിടിച്ച ചെരുപ്പോ ഷൂവോ അതൊക്കെ നമുക്കൊന്ന് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതിനുള്ളൊരു സൂത്രമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നാരങ്ങയുടെ നീര് പിഴിയുക. ഇത് നീര് പിഴിയുന്ന സമയത്ത് നമ്മൾ അതിലത്തെ കുരു എടുത്ത് മാറ്റണം കേട്ടോ. ഞാനത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ സോഡാപ്പൊടി, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കുമല്ലോ നമ്മൾ സോഡ എന്ന് പറയുന്നത്, അപ്പോൾ അതാണ് കേട്ടോ ഇത്. അപ്പോൾ ആ സോഡാപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലേക്കുള്ള ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ കോൾഗേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ കൈ ഉപയോഗിക്കരുത്, സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് മിക്സ് ചെയ്യുക, ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. നമ്മളിത് കയ്യിലേക്ക് ആക്കി കഴിഞ്ഞാൽ കൈ നീറി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കയ്യിലേക്ക് ആക്കണ്ട. അപ്പോൾ ഞാനിതുണ്ടോ ഇപ്പോഴാണ് കേട്ടോ കുരു എടുത്ത് കളയുന്നത്. അപ്പോൾ അത് നേരത്തെ എടുത്ത് കളയണം. എന്നിട്ട് നന്നായിട്ട് അത് യോജിപ്പിക്കുക. പിന്നീട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇത് നമ്മൾ ഏത് ചെരുപ്പാണ് വൃത്തിയാക്കേണ്ടത് ആ ചെരുപ്പിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബ്രഷിൽ വെള്ളമൊക്കെ നനച്ചിട്ട് നന്നായിട്ട് ഉരയ്ക്കുക കേട്ടോ. നമ്മൾ ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുക അത്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് നന്നായി വൃത്തിയായി കിട്ടും കേട്ടോ. ചെരുപ്പാണെങ്കിലും ഷൂസ് ആണെങ്കിലും ഒക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായി കിട്ടും. ലൈറ്റ് കളർ ചെരുപ്പുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ വളരെയധികം ചളിയൊക്കെ പിടിച്ചിട്ട് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു വിദ്യ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഉപയോഗിക്കാതെ കുറേ നമ്മൾ എടുത്തു വെച്ച ചെരുപ്പുകളും ചിലപ്പോൾ ഇങ്ങനെ ചളിയൊക്കെ പിടിച്ച് വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലും നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണുന്നില്ലേ, ചെരുപ്പ് നന്നായി വൃത്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയല്ല കേട്ടോ, ഞാൻ 1-2 തവണ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി വൃത്തിയായി കിട്ടും. അപ്പോൾ ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ചിട്ട് എല്ലാവരും വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഷൂ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ.